നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി മാമ്പ്രയിൽ കിടക്ക കമ്പനി പൂർണ്ണമായി കത്തിനശിച്ചു. കോടികളുടെ നഷ്ടമുണ്ടായതായി ഉടമ. തിരുവല്ലോമലയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ആനന്ദപുരം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ കളരി സംഘടിപ്പിച്ചു. സ്വർണവിലയിൽ നേരിയ ഇടിവ്. പവന് 1,11,560 രൂപയായി. കേരളത്തിൽ വേനൽ മഴ സജീവമായേക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടി മാമ്പ്രയിൽ കിടക്ക കമ്പനി പൂർണ്ണമായി കത്തിനശിച്ചു. ANA മാട്രസിന്റെ ലാമിയർ എന്ന കിടക്ക യൂണിറ്റാണ് തിങ്കളാഴ്ച രാവിലെയോടെ കത്തിനശിച്ചത്. 3.5 മണിക്കൂർ നേരമെടുത്താണ് നാട്ടുകാരും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 10 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതാണ് നിഗമനം. അപകട കാരണം വ്യക്തമല്ല. കൊരട്ടി കുലേടം സ്വദേശി നെയ്ച്ചേരി അജ്മൽ അമീറിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് കത്തിനശിച്ചത്. കമ്പനി പ്രവർത്തിക്കുന്ന സ്ഥലത്തെ ചൊല്ലി തർക്കമുള്ളതായും തീപിടുത്തത്തിന് പിന്നിൽ മറ്റാരോ ഉണ്ടെന്നും ഉടമ അമീർ ആരോപിക്കുന്നു. സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും ഉടമ വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. തിങ്കളാഴ്ച രാവിലെ 7:15 കമ്പനിയുടെ പുറകിൽ നിന്ന് വലിയ തോതിൽ പുകയുയരുന്നത് കണ്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് ഉടമയെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചത്. ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയതോടെ അങ്കമാലി ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും അവർ ആദ്യമെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയുമായിരുന്നു. പിന്നീട് ചാലക്കുടി, മാള, ആലുവ, പുതുക്കാട് എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകളും സ്ഥലത്തെത്തി. ഷീറ്റുമേന കെട്ടിടവും കെട്ടിടത്തിലുണ്ടായിരുന്ന ലക്ഷങ്ങൾ വില വരുന്ന വിവിധ മെഷീനുകൾ, വിവിധയിനം കിടക്കകൾ, സോഫ സെറ്റുകൾ, മെറ്റീരിയലുകൾ, സ്പോഞ്ച് എല്ലാം ഇതിനിടയിൽ പൂർണ്ണമായി കത്തിനശിച്ചിരുന്നു. കമ്പനിക്ക് തൊട്ടടുത്തായി നിർത്തിയിട്ടിരുന്ന 2 ലോറികളിൽ തീ പടരാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. തിരുവല്ലോമല കുത്താമ്പുള്ളി ആലിൻചോടിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കയറമ്പാറ സ്വദേശി അരുൺ സായിയാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ആനന്ദപുരം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ കളരി സംഘടിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നല്ലായി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ AM ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീജ മോഹനൻ, CS സജീഷ്, വായനശാല കമ്മിറ്റി അംഗം VG രജനി, പ്രസിഡന്റ് AC ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. റിട്ടയർഡ് അധ്യാപകനും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ KK ശശികുമാർ, മുരിയാട് AUP സ്കൂൾ അധ്യാപിക ബിന്ദു അശോക് എന്നിവർ വായനാ കളരിക്ക് നേതൃത്വം നൽകി. റിപ്പബ്ലിക് ദിന സദസ്സിനോടനുബന്ധിച്ച് വായനശാല നടത്തിയ മത്സരങ്ങളുടെ സമ്മാനങ്ങൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. 33 വർഷക്കാലം അധ്യാപന ജീവിതം നടത്തി ഇവിടെ നിന്ന് തിരിഞ്ഞുപോയാളാണ്. അതിനേക്കാൾ ആനന്ദം ഇപ്പോഴാണ്. കാരണം ഇവിടെ നിന്ന് പിരിഞ്ഞുപോയ അധ്യാപകരിൽ ഏറ്റവും അധികം ഓർമ്മിക്കുന്ന അധ്യാപകൻ ഞാനാണ്. അതാണ് ഏറ്റവും വലിയ ആനന്ദം. കാരണം നമ്മളങ്ങോട്ട് പോയാൽ പോട്ടെ എന്ന് വിചാരിക്കില്ല, എന്നെ ഈ ഗ്രാമത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. വിരമിക്കുന്ന അങ്കണവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി കൊടകര പഞ്ചായത്തും ICDS അഡീഷണൽ പ്രോജക്റ്റും. സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, കൊടകര അഡീഷണൽ പ്രൊജക്ട് ശിശുവികസന പദ്ധതി ഓഫീസർ G സുധർമണി, ICDS സൂപ്പർവൈസർ PM സൗമ്യ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയൻ തോട്ടാപ്പിള്ളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TS അഭിലാഷ്, പഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത, CM ബബീഷ്, ബിജി ഡേവിസ്, ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക ജെയിനി എന്നിവർ പ്രസംഗിച്ചു. അങ്കണവാടി വർക്കർമാരായ PK വള്ളിയമ്മ, ത്രേസ്യാമ്മ, ഹെൽപ്പർ ലളിത എന്നിവരാണ് വിരമിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ HDS ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാൻ പുതിയ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KN നാരായണൻ. ജനറൽ സെക്രട്ടറി CD വത്സ അധ്യക്ഷത വഹിച്ചു. K രോഹിണി, KG ഗിനീഷ്, PS ഷോബി, K സുഷിത, VC സ്വപ്ന, MJ ആൻസി തുടങ്ങിയവർ പ്രസംഗിച്ചു.
ഏതറ്റം വരെയും നമ്മൾ അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. അതിനോട് സഹകരിക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഗവൺമെൻറ്റുമായും ആശുപത്രി വികസന സൊസൈറ്റി അംഗങ്ങളുമായും ബഹുമാനപ്പെട്ട ചെയർമാൻ കൂടിയായ കളക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന യോഗങ്ങളിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് വാർഷിക പൊതുയോഗം ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെ യോഗത്തിൽ തിരഞ്ഞെടുത്തു. NR ജോഷി പ്രസിഡന്റ്, CM സെബി ജനറൽ സെക്രട്ടറി, KT സണ്ണി ട്രഷറർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. വളരെ നല്ല പ്രവർത്തനങ്ങളിലായിട്ടുള്ള യൂത്തിൻ്റെ എപ്പോഴും നമുക്ക് വളരെ സഹായങ്ങൾ ചെയ്ത് നമുക്ക് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് വരുന്നത്. ഇനിയും ഇപ്പോൾ പുതിയ കമ്മിറ്റികളും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം, ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ആചാര്യഭരണത്തോടെ തുടക്കമായി. യജ്ഞാചാര്യൻ തിരുവാലൂർ നാരായണൻ നമ്പൂതിരി, സഹ ആചാര്യ സാവിത്രി അന്തർജന എന്നിവരെ ക്ഷേത്ര ഭാരവാഹികൾ ചേർന്ന് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. ഈ മാസം 17 വരെയാണ് സപ്താഹ യജ്ഞം നടക്കുന്നത്. പേരാമ്പ്ര ചെറുകുന്ന് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണത്തോടനുബന്ധിച്ച് പുഷ്പാഭിഷേകം നടത്തി. പുഷ്പകലശ ഘോഷയാത്ര, ആൽപ്രദക്ഷിണം, അഭിഷേകം, മേളം എന്നിവയുണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കാരുമാത്ര വിജയൻ, മേൽശാന്തി പാല ശിവപ്രസാദ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ TC സേതുമാധവൻ, MS സുനിൽ, ES ബിനോജ് എന്നിവർ നേതൃത്വം നൽകി. മൂന്നുമുറി ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൽപ്പകശ്ശേരി വേണു മൂസതിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് നടന്ന ആറാട്ടിൽ നിരവധി ഭക്തജനങ്ങൾ സംബന്ധിച്ചു. തുടർന്ന് പ്രസാദ ഊട്ടുണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് P പ്രഭാകരൻ, സെക്രട്ടറി P രാജീവ്, ജയകുമാർ പുലിയെടത്ത് എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിയുക്ത MLA K രാജന് സ്വീകരണം നൽകി. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തന മികവിന്റെ അംഗീകാരമാണ് ഈ വിജയമെന്ന് ഒല്ലൂർ പ്രസ് ക്ലബ് നൽകിയ സ്വീകരണത്തിൽ K രാജൻ പറഞ്ഞു. തിരഞ്ഞെടുത്തതിന് ശേഷം വ്യത്യസ്താശയമുള്ളവരെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരെയും മാറ്റി നിർത്താതെ അവരുടെ കൂടെ കഴിഞ്ഞ 10 വർഷവും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇനിയുള്ള 5 വർഷവും മണ്ഡലത്തിലെ എല്ലാവരുടെയും MLA ആയി പ്രവർത്തിക്കാൻ കഴിയുമെന്നും K രാജൻ പറഞ്ഞു. ഒല്ലൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR ഔസേബ്, ട്രഷറർ ജാക്സൺ ജോസ്, മേജറ്റ് ജോണി എന്നിവർ സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞുപോയ 3 തെരഞ്ഞെടുപ്പുകളിലും നിരവധികളായ വിഷയം ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു എതിർ സ്ഥാനാർത്ഥിയെ ചെറുതായി കാണാനോ ആരോപണങ്ങൾ ഉന്നയിക്കാനോ ഒരിക്കലും ഞാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാകുന്നത് പൊതുവിൽ ഗുണകരമായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല രാഷ്ട്രീയം ഉന്നയിക്കപ്പെടുന്നതായിരിക്കും നല്ലത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാണാത്ത വിധത്തിൽ വ്യക്തിപരമായി ഒരിക്കലും ശരിയല്ല എന്നുറപ്പുണ്ടായിട്ടും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇടത് തരംഗമല്ലാതെ ഒരു UDF തരംഗം അതിഭീകരമായി കേരളത്തിൽ വീശിയിട്ടും വേണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട UDF വോട്ടുള്ളൊരു മണ്ഡലമായിട്ടുള്ള ഒല്ലൂരിൽ പിടിച്ച് നിർത്താൻ കഴിഞ്ഞത് ഈ വിധത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളിൽ നമ്മളെടുക്കുന്ന നിലപാട് നാടംഗീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, വാംസ് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞ സാഹചര്യത്തിൽ നാളെയും മറ്റന്നാളുമായി ഇപ്പോൾ കൊടുത്ത ചെക്കിൻ്റെ പണം കൊടുക്കും എന്ന് മാത്രമല്ല, ആ ഓഫീസ് അവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. സാധാരണ നിലയിൽ ഓഫീസ് ഡിസോൾവായി പോയി, ഇത് കഴിഞ്ഞോടുകൂടി കെട്ടിപ്പൂട്ടി പോയി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അത് കെട്ടിപ്പൂട്ടി പോണതല്ല. ആ ഓഫീസുകളിൽ നിന്ന് വന്നവരെല്ലാം വേറെ ഒരു ഓഫീസിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ വന്നവരാണ്. സ്വാഭാവികമായിട്ടും ഇലക്ഷൻ ആവുമ്പോൾ അവിട്ടപ്പിള്ളി ഹിൽ വ്യൂ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ 10ാം വാർഷിക സമ്മേളനം സുഭാഷ് മൂന്നുമുറി ഉദ്ഘാടനം ചെയ്തു.
KS ഷോബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സിജി രാജേഷ് സമ്മാനദാനം നിർവഹിച്ചു. ടി ബാലകൃഷ്ണ മേനോൻ, KJ സെൽവൻ, ബിൻഷി സഞ്ജായ്, വാസന്തി സുന്ദരൻ, നീലിമ കാട്ടിങ്കൽ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ കാറും ഓട്ടോ പാസഞ്ചറും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ പുറത്തേക്ക് തെറിച്ചു വീണു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. എതിർദിശകളിൽ നിന്നും വരികയായിരുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീണു. ബോധരഹിതരായ ഇദ്ദേഹത്തെ ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളും തകർന്ന നിലയിലാണ്. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രക്കാരിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയും കുറഞ്ഞു. കേരളത്തിൽ 1 പവൻ സ്വർണത്തിന്റെ വില 1,11,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ്. ഇക്കഴിഞ്ഞ മെയ് 7 വൈകുന്നേരമാണ് ഈ മാസത്തെ ഏറ്റവും കൂടിയ സ്വർണ്ണവില രേഖപ്പെടുത്തിയിരുന്നത്. അന്ന് 1 പവൻ സ്വർണത്തിന് 1,12,200 രൂപയായിരുന്നു വില. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് മെയ് 5 1,09,400 രൂപയായിരുന്നു 1 പവന്റെ വില. ഇനി കാണാം ഇൻഫോടോക്ക്. ഇന്റർനാഷണൽ ജേണൽ ഓഫ് ഇലക്ട്രോ കെമിക്കൽ സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ അലുമിനിയം ഫോയിലിൽ ഭക്ഷണം പൊതിയുന്നത് അത്ര സുരക്ഷിതമല്ലെന്ന് പറയുന്നു. റിപ്പോർട്ട് കാണാം. അലൂമിനിയം ഫോയിൽ, അസിഡിറ്റി, കൂടുതൽ ഉപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവയുമായി പ്രതിപ്രവർത്തിക്കുമെന്ന് പഠനം വ്യക്തമാക്കുന്നു. ഭക്ഷണം നേരിട്ട് അലൂമിനിയം ഫോയിലുമായി ബന്ധപ്പെടാതെ 1-2 ബട്ടർ പേപ്പർ വെച്ച് പൊതിഞ്ഞ ശേഷം അലൂമിനിയം ഫോയിൽ വെച്ച് പൊതിയാം. കൂടുതൽ സമയം ഭക്ഷണം അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതും ദോഷകരമാണ്. 3-4 മണിക്കൂർ കഴിയുമ്പോൾ ബാക്ടീരിയ പെരുകാൻ സാധ്യതയുണ്ട്. ഇത് ഛർദിക്കും ഭക്ഷ്യവിഷബാധയ്ക്കും കാരണമാകാം. തക്കാളി, സിട്രസ് പഴങ്ങൾ തുടങ്ങിയ അസിഡിക് ഭക്ഷണങ്ങൾ, ഗരം മസാല, ജീരകം, മഞ്ഞൾ തുടങ്ങിയ മസാലകൾ, കറികളും അച്ചാറുകളും, ചീസ്, വെണ്ണ എന്നിവ അലൂമിനിയം ഫോയിലിൽ സൂക്ഷിക്കരുത്. സാൻഡ്വിച്ച്, ബ്രെഡ്, കേക്കുകളും മഫിനുകളും, റോസ്റ്റഡ് പച്ചക്കറികൾ അല്ലെങ്കിൽ ചിക്കൻ എന്നിവ അലൂമിനിയം ഫോയിലിൽ സൂക്ഷിക്കാം. കേരളത്തിൽ വേനൽ മഴ സജീവമായേക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടുമെന്നും IMD സൂചന നൽകി. തെക്കുകിഴക്കൻ അറബിക്കടലിനും കേരള തീരത്തോട് ചേർന്നുള്ള ലക്ഷദ്വീപിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ കേന്ദ്രം മുതൽ തെക്കൻ തമിഴ്നാട് വഴി തെക്കൻ ലക്ഷദ്വീപ് വരെ സമുദ്രനിരപ്പിൽ നിന്ന് 1.5 മുതൽ 4.5 കിലോമീറ്റർ വരെ ഉയരത്തിൽ മറ്റൊരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള 2 മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. MBBS, TCMC രജിസ്ട്രേഷൻ എന്നിവയാണ് നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം മെയ് 13 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി അപേക്ഷിക്കുക. അപേക്ഷകൾ നേരിട്ടോ സൂപ്രണ്ട്, മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം, പാടി PO, തൃശൂർ 680699 എന്ന വിലാസത്തിലോ അയക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9447669681 എന്ന നമ്പറിൽ വിളിക്കുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,945 രൂപ, പവന് 1,11,560 രൂപ. വെണ്ടൂർ പണ്ടാരി തോമസ് അന്തരിച്ചു. 67 വയസ്സ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9:30 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. മിനിയാണ് ഭാര്യ. ഡോക്ടർ നവ്യ തോമസ്, നോഹ തോമസ് എന്നിവർ മക്കളും നെവിൻ ജേക്കബ് കോശി മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി മാമ്പ്രയിൽ കിടക്ക കമ്പനി പൂർണ്ണമായി കത്തിനശിച്ചു. കോടികളുടെ നഷ്ടമുണ്ടായതായി ഉടമ.
തിരുവല്ലോമലയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ആനന്ദപുരം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ കളരി സംഘടിപ്പിച്ചു. സ്വർണവിലയിൽ നേരിയ ഇടിവ്, പവന് 1,11,560 രൂപയായി. കേരളത്തിൽ വേനൽ മഴ സജീവമായേക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും NCTVnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.